മഴ കുറഞ്ഞു നിൽക്കുന്നത് ആറന്മുളയുടെ കാര്യത്തിൽ കുറച്ച് ആശ്വാസകരമാണ്. ആറന്മുളയുടെ ചുമതലയുള്ള മന്ത്രി പി സി വിഷ്ണുനാഥ് നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾ മൊത്തത്തിൽ ഒരു അവലോകനം നടത്തുമ്പോൾ ഒരു സ്ഥിതിവിശേഷം? ഇന്നലെ രാത്രിയിൽ നമുക്ക് കുറച്ചൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പ്രധാനമായിട്ടും ഈ റാന്നിയിൽ നിന്ന് വെള്ളം താഴോട്ട് വന്നാൽ പിന്നെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് ആറന്മുള, ചെങ്ങന്നൂർ, തിരുവല്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ. അപ്പം ഇന്നലെ രാത്രിയും കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നാമത് നദിയിലെ ജലനിരപ്പ് നന്നായി ഉയർന്നു നിൽക്കുകയായിരുന്നു. ഡാമിൽ വെള്ളം കൂടുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ നമ്മൾ NDRFിൻ്റെ ഒരു സംഘത്തെ കൂടെ അഡീഷണലായിട്ട് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യിപ്പിച്ചു. റാന്നിയിലും തിരുവല്ലയിലും ആറന്മുളയിലും കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും ബോട്ടുകളെയും ഇവിടെ റെഡിയാക്കി നിർത്തിയിരുന്നു. പാലക്കാട് നിന്നും തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് അഡീഷണലായിട്ട് ഇവിടെ നമ്മൾ നിർത്തിയിരുന്നു. പക്ഷേ ഇന്നലെ ഭാഗ്യത്തിന് രാത്രിയിൽ മഴ പെയ്തില്ല. ആറന്മുളയിൽ ഇപ്പോൾ രാവിലെയും മഴ ഇതുവരെ പെയ്തിട്ടില്ല. റാന്നിയിലെ വെള്ളം ഇറങ്ങി അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പ്രശ്നം ഇതിൻ്റെയും താഴെ തിരുവല്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഈ സാധാരണഗതിയിൽ ആറന്മുളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെങ്ങന്നൂർ വെള്ളം കയറേണ്ടതായിരുന്നു, പക്ഷെ അവിടെ കയറിയിട്ടില്ല. പകരം അപ്പർ കുട്ടനാടോ? അതെ, അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമാണ് തിരുവല്ലയുടെ ഈ നിരണം പോലെയുള്ള ആ പ്രദേശങ്ങൾ. ആ ഭാഗത്ത് ഇപ്പം രാവിലെ ഞാൻ MLA ആയിട്ടും റവന്യൂ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. അവിടെ രാത്രിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചെങ്ങന്നൂർ വലുതായിട്ട് കയറിയില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ഇത്തവണ. അവിടെ ആ കോലാമുക്കം എന്ന് പറഞ്ഞ ആ ഭാഗത്തൊക്കെയാണ് പമ്പയോട് വളരെ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. കോലാമുക്കം ഒരു ഉന്നതിയാണ്, അവിടെയാണ് വെള്ളം കയറിയത്. അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അവിടെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അടൂര് വരുന്ന ഭാഗത്ത് അച്ചൻകോവിലാറ് കവിഞ്ഞ് ഒഴുകി കാഷ്വാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ രാത്രിയിൽ മഴ പെയ്യാത്തതുകൊണ്ട് അച്ചൻകോവിലാറിൻ്റെ തീരത്തുള്ളവർക്കും വലിയ ബുദ്ധിമുട്ട് ഉണ്ടായില്ല. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ തിരുവല്ല ഭാഗത്തുള്ള ആളുകൾ, അവിടെ ക്യാമ്പിലെത്തിയിരിക്കുന്നവർ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കുക. രാത്രിയിലാണെങ്കിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ടൗണിൽ മുഴുവൻ വെള്ളം കയറിയത് കാരണം കടകളൊക്കെ നേരത്തെ അടച്ചു പോകുന്നൊരു പ്രയാസം രാത്രി നേരിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റിലായി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഈ രാവിലെ നോക്കുമ്പോൾ ഒരാശങ്ക കാണുന്നില്ല. ഇനി മഴ പെയ്യാതിരിക്കണം. പക്ഷേ ഇനി ഇത് ക്ലീൻ ചെയ്ത് പഴയപടി എത്തിക്കുക എന്നത് സമയമെടുക്കും. ക്ലീൻ ചെയ്ത് വീടുകളിലെല്ലാം വെള്ളം കയറി, ചെളി കയറി, വെള്ളം മാത്രമല്ലല്ലോ, ചെളിയൊക്കെ കയറി അടിഞ്ഞ് ആ സ്ഥലങ്ങളിലെല്ലാം പോകും. റാന്നിയിലാണെങ്കിൽ ഇട്ടിയപ്പാറ ടൗണിലെ വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഓണവുമായി ബന്ധപ്പെട്ട് സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് പലരും പ്രൈസ് ടാഗ് പോലും ഒട്ടിക്കുന്നതിന് മുമ്പാണ് ഇതെല്ലാം പോയിരിക്കുന്നത്. അപ്പോൾ ആ പ്രയാസമുണ്ട്. അതൊക്കെ ഇനി ഇതിന് ശേഷമുള്ള ഇഷ്യൂസാണ്. സ്ഥിതിഗതികൾ ഇപ്പോഴത്തെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, കൺട്രോളാണ് എന്നാണ് ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി പി സി വിഷ്ണുനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.